Hi dears, welcome back. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്, ബാസ്ക്കറ്റ് പക്കോട. ഈ ഒരു സ്നാക്ക് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബാസ്ക്കറ്റ് പക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബാസ്ക്കറ്റിലേക്കുള്ള സ്റ്റഫിങ് ഉണ്ടാക്കാം. എന്നിട്ട് ബാസ്ക്കറ്റ് റെഡിയാക്കാം. എന്നാലേ അത് നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്മാഷ് ചെയ്താണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ബോണ്ടഡൊക്കെ മസാല തന്നെയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാസ്ക്കറ്റ് സ്റ്റഫ് ചെയ്യാനായിട്ട് ചട്നിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ മസാല നമുക്ക് ഒരു സൈഡിൽ ഇവിടെ മൂടി വെക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക. ഒരു ചെറിയുള്ളി ആഡ് ചെയ്യുക. ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക.
മൈദ ആയതുകൊണ്ട് കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകൾ എടുത്തിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ നല്ല വലുതാക്കി പരത്തിയതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു റൗണ്ട് ഷേപ്പിലുള്ള മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള മോൾഡ് വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കുക. ഒന്നുകൂടി ഈസി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രസ്സിലൊന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസിയായി തോന്നുന്നത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ മാവെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കുറച്ച് എണ്ണ പരത്തി കൊടുക്കുക. എണ്ണ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പരത്തിയതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസായി വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഈവണായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കാണാൻ ഭംഗി ഉണ്ടായിരിക്കും. കറക്റ്റ് ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിനി ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ കയ്യിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഫ്രൈ ആവാനായിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക.
നമ്മൾ ഫ്ലവർ പോട്ടും ബാസ്ക്കറ്റ് ഷാമൊക്കെ ഉണ്ടാക്കുന്ന ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ സ്റ്റഫിങ് ചേഞ്ച് ഉണ്ടെന്നുള്ളൂ. ഇപ്പോൾ സ്റ്റഫിങ്ങിനായിട്ടുള്ള ചട്നിയും പൊട്ടറ്റോ മസാലയും ബാസ്ക്കറ്റും റെഡി ആയിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ തൈരും. ആദ്യം ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടറ്റോയുടെ മസാല 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനു മുകളിലായിട്ട് 1 സ്പൂൺ ചട്നി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 സ്പൂണ് തൈര് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1 ഡ്രോപ്പ് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ബാസ്ക്കറ്റ് കൂടെ ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കുക. തൈര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ബാസ്ക്കറ്റും ഇവിടെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള പൊട്ടറ്റോയുടെ മസാലയും ചട്നിയും തന്നെയാണ്. പക്ഷേ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചട്നിയുടെ എരിവും തൈരിൻ്റെ ഒരു പുളിയൊക്കെ കൂടി നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് കാണാനും ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ ഒരു ഗ്രീൻ വൈറ്റ് റെഡ് കളർ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ അപ്പോൾ കാണാനും കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക് യു.